ആഭ്യന്തരമന്ത്രി വലിയ സങ്കടത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ദുഃഖത്തിൽ അദ്ദേഹം രാജ്യത്തിന്റെ ദുഃഖം ജനങ്ങളെ അറിയിക്കുക കൂടി ചെയ്യുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ വിമാന അപകടത്തിൽ മരിച്ച ആളുകൾക്കപ്പുറത്തേക്ക് ബാക്കിയുള്ളവരുടെ അപകടത്തെ തുടർന്ന് മറ്റു ആളുകൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, എത്ര പേർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തത അദ്ദേഹം പറഞ്ഞ വാക്കുകളിലും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എത്ര എന്ന സംഖ്യ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ല, ഒരു ഇന്ത്യക്കാരൻ കൂടി രക്ഷപ്പെട്ടു എന്നുള്ളത്. അത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് ആര് എന്ത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഔദ്യോഗികം എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന കാര്യം, ഈ വിമാന അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള വിവരങ്ങൾ ഇനി വരുമ്പോൾ വ്യക്തമാക്കാം. എന്തായാലും ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് രാജ്യത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി ഇടപെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് വേണ്ടി ഗുജറാത്തിന് പുറത്തേക്ക് അയക്കേണ്ടുന്ന സാഹചര്യമില്ല. ഇവിടെ തന്നെ താൽക്കാലികമായി സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നടപടികളൊക്കെ തന്നെ വേഗത്തിൽ നടക്കും. അതേപോലെ തന്നെ ഈ മഹാദുരന്തത്തിൻ്റെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ് രാജ്യമൊന്നാകെ ഈ മരണപ്പെട്ട ആളുകളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നു എന്നും കൂടി ഇപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യമാകെ ദുഃഖത്തിലാണ്, വാക്കുകൾക്കതീതമായ വേദനയാണ്. മരണപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമാണ് എല്ലാവരും ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം DNA പരിശോധനയ്ക്കുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും DNA പരിശോധന ഗുജറാത്തിൽ തന്നെ നടത്തുന്നതായിരിക്കും. അപ്പം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന അദ്ദേഹം അത് ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആശുപത്രിയിലെത്തുകയും പരിക്കേറ്റവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിനൊടുവിലാണ് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു എന്നും ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊരു ഇന്ത്യൻ പൗരനും ഒപ്പം തന്നെ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് പൗരനും രക്ഷപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അയാളെ പറ്റി പറയുന്നില്ല. ഒരുപക്ഷെ ഇത് വിശ്വാസ് കുമാർ ആയിരിക്കണം. അദ്ദേഹം ഈ ദുരന്തത്തിൽ ഇതിലുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസ് കുമാറിൻ്റെ പേര് തന്നെയായിരിക്കും. അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാകണം. മറ്റൊരാൾ കൂടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങൾ അനുസരിച്ച്, അല്പസമയം മുൻപ് ആഭ്യന്തരമന്ത്രി കണ്ട് സംസാരിച്ചനുസരിച്ച് ഈ 242 പേരുണ്ടായിരുന്ന വിമാനത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു വിവരമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെയും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്കുള്ള നന്ദി അറിയിക്കുക, ഒപ്പം ഇനി DNA പരിശോധന നടക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് ഗുജറാത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യം വലിയ ദുഃഖത്തിലാണ്, വലിയ വേദനയിലാണ് രാജ്യം ആകെയും എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ഗുജറാത്ത് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അപകടം നടന്നയിടത്തും ഒപ്പം തന്നെ അതിനുശേഷം ആളുകളെ പ്രവേശിപ്പിച്ച മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുന്ന ആശുപത്രിയിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെയും പറഞ്ഞിരിക്കുന്നത്.